ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമുക്ക് 4 മണി ചായൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഓംലെറ്റ് പക്കോടയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഞാനിവിടെ ഒരു പകുതി വലിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കൂട്ട് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിത് പൊക്കോടയ്ക്ക് വേണ്ടി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ കിട്ടാനും കുറച്ച് കട്ടിയിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഒരു മൈദ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഓംലെറ്റ് കിട്ടും കേട്ടോ. മറ്റേ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് കാണിക്കാം. കണ്ടോ, കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകാതിരിക്കാനും കൂടെയാണ് ഈ ഒരു മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്കോ മറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര സൈസിലാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള പക്കോടയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഈ ഒരു സ്നാക്കിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ 1 കപ്പ് വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ മാവിന് ഇരിക്കേണ്ടത്. അധികം ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഓംലെറ്റിൻ്റെ പീസും ഇതുപോലെ മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മുക്കിയിട്ടെടുക്കാം. കണ്ടോ, ഇതുപോലെ അങ്ങനെ കോട്ട് ചെയ്ത രീതിയിൽ മാവ് നമുക്ക് കിട്ടണം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ അങ്ങ് ഇളക്കിയെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട് ഈവനിങ് സ്നാക്കാണെന്ന് പറയാം. കാരണം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പക്കോട തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു 4 മണി ചായൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു വളരെ എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നും നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്